പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, കയ്യിലുള്ള ഫോണൊക്കെ എടുത്ത് വലിച്ചെറിയുക, ദേഹത്ത് ഉപദ്രവിക്കുക, പിച്ചുക, മാന്തുക, ഷർട്ട് പിടിച്ച് വലിക്കുക. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഭാര്യ. ഒരുപാട് ആളുകൾ ഇത്തരം അവസ്ഥകൾ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. ഇന്ത്യയിൽ തന്നെ 10 മില്യണോളം ആളുകൾ ഒരു ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ഡിസോർഡർ ഇത് ഇവരുടെ അഡോളസൻസിൽ തുടങ്ങുന്നതാണ്. പിന്നീട് വളർന്ന് ഇവർ അഡൾട്ടിലേക്ക് എത്തുമ്പോൾ അത് അവരുടെ ഒരു സ്വഭാവ രീതിയായിട്ട് ഇവർ കൊണ്ടു നടക്കുക. ഇവർക്ക് അറിയില്ല ഇതെന്തൊക്കെ ചെയ്യണത് എന്നുള്ളത്. അവരെ നിങ്ങൾ ഒരു മാനസിക രോഗിയായിട്ടൊന്നും ചിത്രീകരിക്കരുത്, കാണരുത്. അവർക്ക് സപ്പോർട്ട് കൊടുക്കുക, അവരെ ബോധ്യപ്പെടുത്തുക നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത്. ഏതൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ട്രിഗർ ചെയ്യുന്നത് എന്ന് അവരെ മനസ്സിലാക്കിയിട്ട് അത് എഴുതി വെക്കാൻ പറയുക. എന്നിട്ട് അതിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് വീണ്ടും എഴുതാൻ പറയുക. ഇനി അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് എഴുതാൻ പറയുക. നല്ല ഉറക്കം അവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതേപോലെ വ്യായാമം, മെഡിറ്റേഷൻ, ഒമേഗ 3 ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, വിറ്റാമിൻ ഡി, ഇങ്ങനെയൊക്കെ അവരെ നല്ലൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾ കൂടെ നിർത്തുക. ഈ ചിലപ്പോൾ കൗൺസിലിങ്ങിന് വിളിച്ചാൽ ഇവരെ കിട്ടൂല. കൗൺസിലിങ്ങിന്